തുണയായി വരണേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തര തിരുനാൾ സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിയ ഒരാളുടെ ജീവിത കഥ. എത്ര സുന്ദരമായിട്ടാണ് ഒരാളുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതല്ലേ. സഭയെ പീഡിപ്പിക്കുന്നവൻ പിന്നീട് സഭയുടെ സംരക്ഷകനായി മാറും. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിയ ഒരാളുടെ ജീവിതത്തെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണെന്ന്. സൗൾ സഭയെ പീഡിപ്പിച്ചവനാണ്. ആരെങ്കിലുമൊക്കെ ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്നുണ്ടെങ്കിൽ ആ നാവ് അരിഞ്ഞു കളയാൻ നിയോഗിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അവന് ക്രൈസ്തവ രക്തം ഒരു ഹരമായിരുന്നു. എവിടെയൊക്കെയാണോ ക്രിസ്തു സാക്ഷികളുള്ളത് അവിടെയൊക്കെ എതിർസാക്ഷ്യമായി സൗൾ നിറഞ്ഞു നിന്നു. അങ്ങനെ സൗൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു ഇടപെടലുണ്ടാകുന്നത്. ആ ഇടപെടൽ ക്രിസ്തുവിൻ്റെ ഇടപെടലാണ്. ഒരു നിമിഷം കൊണ്ടാണ് ഒരാൾ മറ്റൊന്നായി മാറിയത്. ചോദിച്ച ഒറ്റൊരു ചോദ്യമാണ്, സൗൾ സൗൾ എന്തിന് നീ എന്നെ പീഡിപ്പിക്കുന്നു? ഈ ചോദ്യത്തിൽ തന്നെ ഒരു പിശകുണ്ട്. സൗൾ പീഡിപ്പിച്ചത് ക്രിസ്ത്യാനികളെയാണ്. പക്ഷേ ക്രിസ്തു ചോദിച്ചത് നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്നാണ്. കാര്യങ്ങൾക്ക് ഇപ്പോൾ നമുക്കൊരു വ്യക്തത ഉണ്ടായി കാണും. ആരൊക്കെയാണോ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത്, ആരൊക്കെയാണോ സഭയെ പീഡിപ്പിക്കുന്നത്, അവരെല്ലാവരും പീഡിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ഈ ഒരു ഉൾക്കാഴ്ച കൃത്യമായി കിട്ടിയതാണ് സൗളിന്. ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം മാറാനാകുമെന്ന് ആ ഒരു ചോദ്യം പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് അയാൾ സഭയുടെ സംരക്ഷകനാണ്. പിന്നീട് ഓടി നടന്ന് സംസാരിച്ചത് ക്രിസ്തുവിനെക്കുറിച്ചാണ്. എവിടേക്കാണോ ക്രിസ്തുവിനെതിരെ അയാൾ സാക്ഷ്യം നൽകിയത് അവിടേക്ക് അയാൾ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നൽകി. ഇങ്ങനെ ഒരു ജീവിതം മറ്റൊന്നായി മാറി. മറ്റൊരു പ്രത്യേകത കൂടി പൗലോസ് അപ്പോസ്തലനുണ്ട്. ക്രിസ്തുവിനെ കാണുകയും അവനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തവരെയാണ് അപ്പോസ്തലൻ എന്ന് സഭ വിളിച്ചത്. പൗലോസ് അപ്പോസ്തലൻ തത്വത്തിൽ ക്രിസ്തുവിനെ കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹത്തെ മാത്രം എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് സഭ വിശേഷിപ്പിച്ചത്? അതിന് കാരണം അദ്ദേഹം വാശിയോടെ നേടിയെടുത്ത ആ വാക്കാണ്. കാരണം ഞാൻ ക്രിസ്തുവിനെ കണ്ടുവെന്നും ആ ക്രിസ്തുവിൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും ഉണ്ട് എന്നുള്ളൊരു വാശിയുടെ പുറത്ത് അദ്ദേഹത്തിന് ചാർത്തപ്പെട്ട മഹോന്നതമായ പദവിയാണ് അപ്പോസ്തലൻ എന്നത്. പ്രിയമുള്ളവരെ, എന്തുമാത്രം തീക്ഷ്ണതയിലാണ് ഒരാൾ മാറിയതല്ലേ. ക്രിസ്തു എന്ന പേരിനെ തന്നെ എതിർത്ത് നിന്നവൻ പിന്നീട് ആ ക്രിസ്തുവിനെ കണ്ടു എന്നൊരു വാശിയുടെ പുറത്ത് അപ്പോസ്തലൻ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. മറ്റു 12 പേരെ പോലെ ഇപ്പോൾ പൗലോസും വലിയ മനുഷ്യനാണ്, ക്രിസ്തുവിനെ കണ്ട മനുഷ്യൻ. ഒരാളുടെ ജീവിതത്തിൽ ഒരു നിമിഷമുണ്ടാകുന്ന ക്രിസ്തുവിൻ്റെ ഇടപെടൽ പിന്നീട് വലിയൊരു മാനസാന്തരത്തിനും വലിയൊരു സാക്ഷ്യത്തിനും കഥയായി മാറി. ഇന്ന് നാം ചിന്തിക്കേണ്ടത്, ഒത്തിരിയേറെ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ക്രൈസ്തവരെ ഒട്ടനവധി പേർ ഇന്ന് വേദനയിലൂടെ കടത്തിവിടുന്നുണ്ട്. ഇനി സഭയുടെ അവസ്ഥ എന്താകുമെന്നൊരു ചോദ്യചിഹ്നം പോലും ഉണ്ടാകുന്ന രീതിയിൽ ഉള്ളു പിടയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു സൗളിൻ്റെ മാനസാന്തരം അനേകം പ്രാദേശിക സഭകളെ ഉയർത്താൻ കാരണമായെങ്കിൽ ഒരാളുടെ മാനസാന്തരം ഇന്ന് അനേകം വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയ്ക്ക് കാരണമായി മാറും. ആ ഒരാൾ എന്തേ നമുക്കായിക്കൂടാ? ആ ഒരാൾ എന്തേ ഞാനായിക്കൂടാ? ഇനി നമ്മളിൽ തന്നെ ഒന്ന് തിരിയണം. നമ്മളൊക്കെ ഇപ്പോൾ സൗളിൻ്റെ അവസ്ഥയിലാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു വിളി എന്ന് പറയുന്നത് പൗലോസായി മാറാനാണ്. ഒരു നിമിഷത്തെ മാനസാന്തരവും ഒരു നിമിഷത്തെ ക്രൈസ്തവ ബോധ്യവും നമ്മളെ കുറച്ചും കൂടി വിശ്വാസ തീക്ഷ്ണതയും സുവിശേഷ പ്രഘോഷകരുമാക്കി തീർക്കണം. അങ്ങനെ സൗളിൽ നിന്ന് പൗലോസിലേക്കുള്ള ദൂരം പോലെ നമ്മളും ഒരു ദൂരത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ, എന്നിനവിലും കനവിലുമായി നിറയുന്നൊരെൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ
വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ. കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ. കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇടനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ, എന്നെ നിന്മാരോടു ചേർത്തിടുവാൻ. ആ നെഞ്ചിന്റെ ചൂടേറ്റുറങ്ങട്ടെ ഞാൻ, അതുമാത്രമാണെന്റെ ആനന്ദമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി. അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി. അലിവോടെ എന്നെ നോക്കണമേ. നിണമൊഴുകും വഴിയിൽ ഞാൻ പോരാ, നിൻ പാദമെന്നും പിന്തുടരാ. അറിയാതെ അകലും നേരത്തും അരികിലായി എന്നെ ചേർത്തിടണേ. നിണമൊഴുകും വഴിയിൽ ഞാൻ പോരാം, നിൻ പാദമെന്നും പിന്തുടരാം. അറിയാതെ അകലും നേരത്തും അരികിലായി എന്നെ ചേർത്തിടണേ. അലിവിൻ്റെ അലയാഴിയാകുന്നു നീ, എൻ ഹൃദയത്തിൻ സ്പന്ദനമാകുന്നു നീ. സർവത്തിനുടയോൻ നീ മാത്രമേ, സർവാദിനാഥനും നീ മാത്രമേ. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ. എന്നിനവിലും കനവിലുമായി നിറയുന്നൊരെൻ ദൈവമേ. എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ